ഗുഡ് മോർണിംഗ് മക്കളെ. നിങ്ങളുടെ ചാപ്റ്റർ തീർന്നു. കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യിച്ചേക്കാം. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എക്സാമിന് കൂടുതലായിട്ടും വരുന്നത്. നമ്മൾ ചെയ്തിട്ടുണ്ട്, നല്ല എളുപ്പം. 10 × -20. അപ്പം ഞാൻ എപ്പോഴും പറയും, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുമ്പോൾ നിങ്ങൾ സൈൻ നോക്കല്ലേ. വെറുതെ മൾട്ടിപ്ലൈ അല്ലെ ഡിവിഷൻ ചെയ്യുക, ലാസ്റ്റ് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ 10 × 20. എത്രയാണ് 10 × 20? 200. ഇനി സൈൻ കൊടുക്കുക. 10 പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. പ്ലസും മൈനസും കൂടെ ഇൻറ്റു ചെയ്യാൻ വന്നാൽ ആൻസർ എന്നായിരിക്കും? സൈൻ എന്നായിരിക്കും? മൈനസ്. അപ്പോൾ ആൻസർ എത്രയാണ്? -200. അടുത്ത 0 × -5. ഏത് സംഖ്യയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് 0. ഓക്കെ. -2 × 1. -2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. 1 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. അതിന്റെ അർത്ഥം എന്താണ്? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സംഖ്യ തന്നെ കിട്ടും. ഏത് തന്നെ കിട്ടും? -2. അഥവാ നിങ്ങൾ അതങ്ങ് മറന്നുപോയി, അങ്ങനെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ് മറന്നുപോയെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 ചെയ്യുക. 2. ഇത് മൈനസ്, ഇത് പ്ലസ്. പ്ലസ് മൈനസ് വന്ന ആൻസർ -2. അങ്ങനെ അല്ല ഓർക്കേണ്ടത്. 1 കണ്ടാൽ എന്ത് ഓർക്കണം? ഇറ്റ് ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അതുപോലെ തന്നെ -1 കൊണ്ട് 4 × -1 ആണെങ്കിൽ എത്രയായിരിക്കും ആൻസർ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ സൈൻ മാറിപ്പോയി. ഇത് +4 ആയിരുന്നു, ഇത് -4. പക്ഷെ 1 കൊണ്ടാണ്, വെറും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം സംഖ്യ തന്നെ കണ്ടോ, -2 തന്നെ. -1 കൊണ്ടാണെങ്കിൽ ഡിജിറ്റ് തന്നെ ആയിരിക്കും, പക്ഷെ സൈൻ മാറും. ഇപ്പൊ അതൊന്നും മറന്നു പോയെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 4ഉം 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 പ്ലസ് മൈനസ്, ഇത് പ്ലസ് മൈനസ് വന്നാൽ -4. ഓക്കെ. ഇനി ഡിവിഷൻ. ഡിവിഷന്റെ കേസിലും സൈൻ നിങ്ങൾ നോക്കരുത്. ഡിവൈഡ് ചെയ്യുക. 10 / 5. 10 ഡിവൈഡ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. ഇനി സൈൻ കൊടുത്തേ. ഇത് പ്ലസ് മൈനസ്. ഡിവിഷന്റെ കേസിലും മൾട്ടിപ്ലിക്കേഷന്റെ അതേ സെയിം തന്നെയാണ്. പ്ലസും മൈനസും വന്നാൽ മൈനസ് തന്നെ. ആൻസർ -2. ഇവിടെ -6 / -3. സൈൻ നോക്കണ്ട. 6 / 3 എത്രയാണ്? 2. 2 മൈനസ് ആണ് ഡിവൈഡ് ചെയ്യാൻ വരുന്നെങ്കിൽ ആൻസർ എന്താണ്? സൈൻ പ്ലസ്. അപ്പൊ ഇത് ആൻസർ എത്രയാണ്? പ്ലസ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ മക്കളെ. എത്രയായില്ലേ? ഇതിപ്പോ ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് തറവായിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. ആയിട്ടില്ലെങ്കിൽ പഠിക്കണം കേട്ടോ. ഇതുപോലെ -9 / 1. 1 കൊണ്ട് ഡിവൈഡ്, അത് 9 / 1. 1 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ സെയിം സംഖ്യ തന്നെ. 9. 2 മൈനസ് ആണ്, അപ്പൊ അതെന്തായിട്ട് മാറും? ഡിവിഷൻ പ്ലസ് ആയിട്ട് മാറും. ഓക്കെ. ഇത്ര നമ്മൾ ചെയ്തില്ലേ? ഇനി ചെയ്യാം. നമ്മൾ എക്സ്, അതായത് അവിടെ ഏത് സംഖ്യയാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ്. ഇച്ചിരി വ്യത്യാസമുള്ളതുകൊണ്ടാണ്. ഇവിടെ നോക്കിയേ. 16 / x എന്ന് പറഞ്ഞാൽ 16 ആണെങ്കിൽ വാട്ട് ഈസ് എക്സ്? 16 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ സെയിം സംഖ്യ തന്നെ കിട്ടും? സെയിം സംഖ്യ തന്നെ കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഈ എക്സ് എത്രയാണ്? x = 1. അതങ്ങനെ നിങ്ങൾ മറന്നുപോയെങ്കിൽ ഞാൻ എക്സാമ്പിൾ ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഡിവിഷൻ വരുമ്പം ഈ രണ്ടാമത്തെയാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഇവരും കൂടെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്? ഡിവൈഡ് ചെയ്യണമെന്ന്. ഇവരും കൂടെ ഈ കിടക്കുന്നത് ആൻസർ ഇവരും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. 16 / 16 എത്രയാണ്? 1. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഒരു സംഖ്യയെ സെയിം സംഖ്യ തന്നെ കിട്ടണമെങ്കിൽ എത്ര കൊണ്ടാണ്? 1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം അടുത്തത് നോക്കിയേ. 9th one. -50 / x = 1. ഇത് കണ്ടുപിടിക്കണം. മുമ്പേ പറഞ്ഞല്ലോ, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? -50 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 1 കിട്ടുന്നതെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇവരെ ഈ ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നോക്കിയേ. -50 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. -50 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നാ തന്നെ കിട്ടും? 50 തന്നെ കിട്ടും. ഓക്കെ. ഇനിയിപ്പോ സൈനും കൂടെ നോക്കണ്ടേ? സൈൻ ഇവിടെ എന്ത് സൈൻ വരണം? പ്ലസ് സൈൻ വരണം. പ്ലസ് വരണമെങ്കിൽ, ഡിവിഷന്റെ കേസിൽ പ്ലസ് വരണമെങ്കിൽ എന്തായിരിക്കണം? 1 2 മൈനസ് ആയിരിക്കണം. അപ്പൊ ഇത് മൈനസ് ആണ്, അപ്പൊ ഇത് എന്ത് തന്നെയായിരിക്കണം? -50. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ ഫില്ല് ചെയ്യാൻ ചോദിക്കും ഇങ്ങനെ ഇടയ്ക്ക്. ഇവിടെ എത്ര വരുമെന്ന്. ഓക്കെ. അതെങ്ങനെയാണ്? ഇത് സയൻസ് തെറ്റിക്കല്ലേ. അതായത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെയാണ് കണ്ടുപിടിക്കണമെങ്കിൽ, രണ്ടാമത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ കിടക്കുന്നതിനെ ഇത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. -50
1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. -50 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെയിം സംഖ്യ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. -50 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -50 തന്നെ കിട്ടും. അപ്പൊ എക്സ് എത്രയാണ്? -50. അങ്ങനെ നോക്കിയാൽ മതി, കൂടുതലായിട്ട് നോക്കാൻ പോകണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതോ എക്സ് ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 8. ഇനി ഇതാണ് കണ്ടുപിടിക്കണമെങ്കിൽ അത് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8 × 1 8. അപ്പൊ ഇവിടെ എക്സ് എത്രയാണ്? 8. കണ്ടോ, 8നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 തന്നെ. മക്കളെ നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെയിം സംഖ്യ തന്നെ കിട്ടും, അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് മറന്നു പോവുകയാണെങ്കിലുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തന്നെ. അതായത് ഈ രണ്ടാമത് കിടക്കുന്നതാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ആദ്യം കിടക്കുന്നതിനെ ഇതുകൊണ്ട് ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആൻസർ എഴുതുക. ഫസ്റ്റ് 1 ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ സെക്കൻഡ് ആൻസറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിനകത്ത് പ്ലസും മൈനസും വരുന്നത് നിങ്ങൾ നോക്കണം. ഇവിടെ പ്ലസും മൈനസും ആണെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പ്ലസും മൈനസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇപ്പൊ ഇവിടെ -1 ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? -1 × 8 എന്ന് ചെയ്യണം. -1 × 8 എത്രയാണ്? -8. അപ്പൊ ഇത് -8 വന്നേനെ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ. ഇത് വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് കണ്ടപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ട് ചെയ്തത്. ഓക്കെ മക്കളെ, തന്നെ ചെയ്ത് നോക്കണേ. തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, തെറ്റട്ടെ. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തന്നെ ക്വസ്റ്റ്യൻ എഴുതി നിങ്ങൾ അങ്ങ് ചെയ്യും. അപ്പോൾ നിങ്ങളിത് പഠിച്ചിരിക്കും. ഓക്കെ മക്കളെ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ പറയണ്ടേ, എനിക്കൂടെ അറിയണ്ടേ അതൊക്കെ. ഓക്കെ മക്കളെ, താങ്ക് യു.